ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമ്മിലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പോലും ഇതുവരെയും കംപ്ലീറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മേ ബി എസ് സി ഒക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. എസ് സി ആയിട്ടില്ലെങ്കിലും ഒരു ഷോർട്ടേഴ്സ് ആയിട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബാങ്ക്. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഇതൊന്ന് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ എന്താണ് കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്നൊക്കെ ചോദിച്ചിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്താണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻസും ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എസ് സി ആയിട്ടും വരാം, ഷോർട്ട് എസ് സി ആയിട്ടും വരാം, അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ സെക്ഷനായിട്ടും വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന ബാങ്കാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഓക്കെ, ദിസ് ബാങ്ക്സ് പെർഫോം ഓൾ ടൈപ്പ് ഓഫ് ബാങ്കിങ് ഫങ്ഷൻസ്. അതായത് ഒരു ബാങ്കിൻ്റെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസും പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കാണ് ഇത് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ലെൻഡ് മണി ജനറലി ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അതായത് ഈ ഒരു ബാങ്ക് എന്താ ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലെൻഡ് മണി ക്യാഷ് കടമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ലോൺസ് ഒക്കെ കൊടുക്കത്തില്ലേ, അതാണ് പറയുന്നത്. ഓക്കെ, ദ കൊമേഴ്സ്യൽ ബാങ്ക് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ എ ഷോർട്ട് പീരീഡ്. അതായത് ഈ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ഷോർട്ട് പീരീഡിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു വിത്തിൻ 2 ഇയർ അത്രയൊക്കെ ആയിരിക്കും ഈ ഒരു ഷോർട്ട് പീരീഡ്, അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ ആയിരിക്കും ഈ ഒരു ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പറയുന്നതാണ് ദിസ് ബാങ്ക്സ് നോർമലി ലെൻഡ് ഷോർട്ട് ടേം ലോൺസ് ടു ബിസിനസ്മാൻ, ട്രേഡേഴ്സ് ആൻഡ് അവോയ്ഡ് മീഡിയം ടേം ആൻഡ് ലോങ് ടേം ലെൻഡിങ്. അതായത് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഷോർട്ട് ടേം പീരീഡിൽ. അതുപോലെ തന്നെയാണ് അവർ ഷോർട്ട് ടേം പീരീഡിലോട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ലോൺസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതായത് കുറച്ച് കാലത്തിൻ്റെ സമയപരിധിക്കുള്ളിൽ ആ ലോൺസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ കട ആരാണോ വാങ്ങിച്ചിട്ടുള്ളത് അവർ തിരിച്ചടച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് പറഞ്ഞത്. ദിസ് ബാങ്ക്സ് നോർമലി ലെൻഡ് ഷോർട്ട് ടേം ലോൺസ് ടു ബിസിനസ്മാൻ, ട്രേഡേഴ്സ്. ബിസിനസ്മാനും അതുപോലെ തന്നെ ട്രേഡേഴ്സിനുമാണ് അവർ എന്ത് ചെയ്യുന്നത്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദേ ഓൾസോ റെൻഡർ എ നമ്പർ ഓഫ് സർവീസസ് ടു കസ്റ്റമേഴ്സ് സച്ച് ആസ് കളക്ഷൻ ഓഫ് ചെക്സ്, സേഫ് കസ്റ്റഡി ഓഫ് വാല്യൂബിൾസ്, റെമിറ്റൻസ് ഫെസിലിറ്റീസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം, ഇലക്ട്രിസിറ്റി ബിൽസ് എക്സെട്ര. അതായത് ചെക്കുകൾ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ സേഫ് കസ്റ്റഡി ഓഫ് വാല്യൂബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോക്കറിൽ വെക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ഫങ്ഷൻസും പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കാണ് ഇത് പറയുന്നത് നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഷോർട്ട് ടേം പീരീഡിലോട്ടാണ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ ഷോർട്ട് ടേം പീരീഡിലോട്ടാണ് അവരെന്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, ട്രേഡേഴ്സിനും അതുപോലെ തന്നെ കൊമേഴ്സിനുമാണ് അവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അവർ ചെയ്യുന്ന, അതായത് അവർ ഒരുപാട് സർവീസ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് കളക്ഷൻ ഓഫ് ചെക്ക്, സേഫ് കസ്റ്റഡി ഓഫ് വാല്യൂബിൾസ്, റെമിറ്റൻസ് ഫെസിലിറ്റീസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽസ്. ഓക്കെ, ഓർത്ത് വയ്ക്കണേ. പിന്നെ നെക്സ്റ്റ് പറയുന്ന ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ബാങ്ക്സ് ആണ് ഓർത്ത് വയ്ക്കുക. അതായത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ബാങ്ക്സ് ആർ ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്. ഇറ്റ് മെയിൻലി മീറ്റ്സ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് മീഡിയം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. അതായത് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വ്യവസായങ്ങളുടെ ലോങ് ടേം ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ളതൊക്കെ ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ടായിരിക്കും. അതായത് അവർക്ക് സാമ്പത്തിക സഹായം ആവശ്യമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിസ് ബാങ്ക്സ് ആർ ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്. ഇറ്റ് മെയിൻലി മീറ്റ്സ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് മീഡിയം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് ഇറ്റ് അക്സെപ്റ്റ് ലോങ് ടേം ഡെപ്പോസിറ്റ്. ലോങ് ടേം ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് വർഷത്തേക്കുള്ള ഡെപ്പോസിറ്റ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഗ്രാൻഡ് ലോങ് ടേം ലോൺസ്, അതുപോലെ തന്നെ ലോങ് ടേം ലോൺസും ഇത് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്പ് ടു സെൽ ഓർ അണ്ടർടേക്ക് ദ ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ. അതായത് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഡിബഞ്ചേഴ്സും ഷെയർസൊക്കെ സെല്ല് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അണ്ടർടേക്ക് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഇൻഫോർമേഷൻ റിലേറ്റ് ടു ജനറൽ എക്കോണമിക് പൊസിഷൻ ഓഫ് ദി എക്കോണമി. അതായത് എക്കോണമിയുടെ ഒരു ജനറൽ എക്കോണമിക് പൊസിഷൻ ഉണ്ടാവില്ല, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇൻഡസ്ട്രീസിന് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സിൻ്റെ മറ്റൊരു പേരാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്കിന് ടോട്ടൽ 3 പേരാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, പിന്നെ ഡെവലപ്മെൻറ്റ് ബാങ്ക്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്. അഗ്രികൾച്ചറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? അതായത് അഗ്രികൾച്ചറൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അഗ്രികൾച്ചർ. അതായത് റൂറൽ ഏരിയാസിലുള്ള ഫാർമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദിസ് ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻസ് ടു അഗ്രികൾച്ചറൽ പർപ്പസ്. ഇൻ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആർ ഫോംഡ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ്. അതായത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചറൽ ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത് കോപ്പറേറ്റീവ് ബേസിസിലാണ്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള, ഇൻ ഇന്ത്യ ദർ ആർ 2 ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ഫോംഡ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ് സച്ച് ആസ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അതായത് ഇന്ത്യയിൽ 2 തരത്തിലുള്ള അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ഉള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും. ഓക്കെ, പിന്നെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക് ജനറലി പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് പ്രൊവൈഡ് ലോങ് ടേം ലോൺസ്. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ബാങ്ക് 2 തരത്തിലുള്ളതാണുള്ളത്. ഒന്ന് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്കും പിന്നെ ഒന്ന് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും. അതിൽ ഈ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഷോർട്ട് ടേം പീരീഡിലോട്ടുള്ള ലോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ലോങ് ടേം ലോൺസ് ആണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചിരിക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ്. ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ ബാങ്ക്സ് വേർ സെറ്റപ്പ് ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കീം അനൗൺസ്ഡ് ഇൻ ഓഗസ്റ്റ് 1996. അതായത് 1996 ഓഗസ്റ്റിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലോക്കൽ ഏരിയ ബാങ്ക്സ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ലോക്കൽ ഏരിയ ബാങ്ക് വാസ് ടു enable to mobilization of the rural savings by local institution and make them available for investment in local areas. അതായത് ലോക്കൽ ഏരിയകളുടെ സേവിങ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഒരു സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റൂറൽ സേവിങ്സ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലോക്കൽ ഏരിയ ബാങ്ക്സ് അവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സിനെ അവർക്കൊക്കെ സ്മോൾ ബിസിനസ്സിനൊക്കെ ചെറിയ ചെറിയ തരത്തിലുള്ള ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈസ് എ സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ക്രിയേറ്റഡ് ബൈ RBI അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് furthering financial inclusion by primarily undertaking basic banking activities to unserved and undeserved section including small business units, small and marginal farmers, micro and small industries and unrecognized entities. Okay, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പേയ്മെൻറ്റ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്ക് പറയുമ്പോൾ ഈ പേയ്മെൻറ്റ് ബാങ്ക് ഈസ് ലൈക്ക് എനി അതർ ബാങ്ക് ബട്ട് ഓപ്പറേറ്റിംഗ് ഓൺ എ സ്മോളർ സ്കെയിൽ വിത്തൗട്ട് ഇൻവോൾവിങ് എനി ക്രെഡിറ്റ് റിസ്ക്. അതായത് ഒരു സാധാരണ ബാങ്ക് പോലെ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു പേയ്മെൻറ്റ് ബാങ്ക്സും ഉണ്ടായിരിക്കുക. അത് സ്മോളർ സ്കെയിലാണ് അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. അവർ ക്രെഡിറ്റ് റിസ്ക് എന്ത് ചെയ്യുന്നില്ല, അവർ വിത്തൗട്ട് ഇൻവോൾവിങ് എനി ക്രെഡിറ്റ് റിസ്ക്. അതായത് ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതായത് അവർ ഡെപ്പോസിറ്റ് ഒരു 1 lakhൻ്റെ ഉള്ളിലുള്ള ഡെപ്പോസിറ്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, കടം കൊടുക്കുന്നില്ല. അതാണ് കേട്ടോ പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ഇൻ ക്യാരി ഔട്ട് മോസ്റ്റ് ബാങ്കിങ് ഓപ്പറേഷൻസ് ബട്ട് ക്യാൻ അഡ്വാൻസ് ലോൺസ് ഓർ ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്. അതായത് ക്രെഡിറ്റ് കാർഡും അവർ ഇഷ്യൂ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ വ്യത്യാസം. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു 1 lakhൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അതാണത് പറയുന്നത്. പിന്നെ ഇവർ എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ഫങ്ഷൻസ്, അതായത് ഇപ്പോൾ മൊബൈൽ ബാങ്ക് പേയ്മെൻറ്റ്സ്, ട്രാൻസ്ഫർ, പർച്ചേസ് ആൻഡ് അത് അത്തരത്തിലുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ
ലോൺസ് കൊടുക്കുന്നുമില്ല, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും അവരെന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്ചേഞ്ച് ബാങ്ക്. എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറൻസീസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യില്ലേ, അതായത് ഫോറിൻ കറൻസീസ് ചിലപ്പോൾ അബ്രോഡത്തെ UAE-ത്തൊക്കെ കറൻസീസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. നമ്മുടെ ആരെങ്കിലും അബ്രോഡുള്ളവർ അല്ലെങ്കിൽ നമ്മൾ തന്നെ അബ്രോഡുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കറൻസീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ദസ് ബാങ്ക്സ് വിച്ച് ഡീൽ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് specialize in financing foreign exchange and specialize in financing international trade. They play an important role in promoting foreign trade. അതായത് ഫോറിൻ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഈ ഒരു എക്സ്ചേഞ്ച് ബാങ്കിന് എന്തുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എ മേജർ പാർട്ട് ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ഈസ് ഡൺ ബൈ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആൻഡ് സ്മോൾ പോർഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അതായത് നമ്മുടെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് നമ്മുടെ ഇന്ത്യയിൽ നടത്തുന്നതിൽ നമ്മുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മേജർ പാർട്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച് ബാങ്ക്. എക്സ്ചേഞ്ച് ബാങ്കിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ദി പർച്ചേസ് ആൻഡ് സെൽ ഫോറിൻ കറൻസീസ് ആൻഡ് ഗോൾഡ് ആൻഡ് സിൽവർ. അവർ ഫോറിൻ കറൻസീസും ഗോൾഡും സിൽവറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെൽ ചെയ്യുന്നുമുണ്ട്. പിന്നെ ദേ അക്സെപ്റ്റ് ആൻഡ് കളക്ട് ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അവർ കളക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദി പർച്ചേസ് ഓർ ഡിസ്കൗണ്ട് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബിൽസൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻ എ ലിമിറ്റഡ് വേ ദ അക്സെപ്റ്റഡ് ഡിപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ് ലോൺസ് ദ ഇഷ്യൂ ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇമ്പോർട്ടേഴ്സ് ദേ ഗീവ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ട്രേഡ് ടു എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ്. ഒരു 5 പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സേവിങ്സ് ബാങ്ക്. സേവിങ്സ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ദസ് ആർ ദി സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് വിച്ച് മൊബിലൈസ് ദ സേവിങ്സ് ഓഫ് ദി പീപ്പിൾ ഇറ്റ് പ്രൊമോട്ട് ദ സേവിങ് ഹാബിറ്റ്സ് ഓഫ് ദി പീപ്പിൾ. പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് പെർഫോം ദസ് ഫങ്ഷൻസ് ഇൻ ഇന്ത്യ. അതായത് സേവിങ്സ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു ബാങ്കാണ് ഇത് പറയുന്നത് സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ദിസ് ബാങ്ക്സ് ആർ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് വിച്ച് മൊബിലൈസ് ദ സേവിങ്സ് ഓഫ് ദി പീപ്പിൾ ഇറ്റ് പ്രൊമോട്ട് ദ സേവിങ്സ് ഹാബിറ്റ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ, പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് പെർഫോം ദിസ് ഫങ്ഷൻ ഇൻ ഇന്ത്യ. അതായത് ചില ബാങ്കിൻ്റെയൊക്കെ കേസിൽ നമുക്ക് അതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്കിത് എന്താണെന്ന് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ 1-2 വട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെറ്റാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സെൻട്രൽ ബാങ്ക്സ്. സെൻട്രൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ബാങ്കിങ് ആൻഡ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി. അതായത് ഒരു കൺട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് പറയുന്നത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടുഡേ എവറി കൺട്രി ഹാസ് എ സെൻട്രൽ ബാങ്ക്. ഇന്ന് എല്ലാ രാജ്യത്തിനും എന്തുണ്ട്, ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. ഇറ്റ് ഈസ് ദ ലീഡർ ഓഫ് ദി ഓൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി. അതായത് ഒരു രാജ്യത്തിലെ മൊത്തത്തിലുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലീഡറാണ് ഇത് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലീഡർ ഓഫ് ദി ഓൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി. ഇറ്റ് റെഗുലേറ്റ് കൺട്രോൾസ് ആൻഡ് സൂപ്പർവൈസ് ദി മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ദി കൺട്രി. അതായത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രയാണ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയില്ലേ, അതൊക്കെ ഈ ഒരു സെൻട്രൽ ബാങ്ക് ആയിരിക്കും തീരുമാനിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാങ്ക്സിന് വേണ്ട ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ചില ബാങ്ക്സിന് ലോൺസ് കൊടുക്കുന്നതൊക്കെ ആരായിരിക്കും, ഈ ഒരു സെൻട്രൽ ബാങ്ക് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ടു റെഗുലേറ്റ് കൺട്രോൾസ് ആൻഡ് സൂപ്പർവൈസ് ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ദി കൺട്രി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അവർ സെൻട്രൽ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ആണ്. മൊണോപോളി ഓഫ് നോട്ട് ഇഷ്യൂ, ആക്ട് ആസ് ബാങ്ക് ടു ദി ഗവൺമെൻറ്. അതായത് ഫസ്റ്റത്തെ മൊണോപോളി ഓഫ് നോട്ട് ഇഷ്യൂ എന്ന് പറയുമ്പോൾ, മൊണോപോളി എന്ന് പറഞ്ഞാൽ കുത്തക. ഓക്കെ, അതായത് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഒരേ ഒരു അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതാണ് മൊണോപോളി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കുത്തക, അതായത് അത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഉണ്ട്. അതായത് കാറുണ്ട്, ബസ്സുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ട്രെയിൻ ആകെ ഒരൊറ്റ ട്രെയിൻ, ആ ഒരു സർവീസ് ഇന്ത്യൻ റെയിൽവേ അല്ലേ.
അല്ലാണ്ട് വേറെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് എന്തായാലും ഇന്ത്യൻ റെയിൽവേ ഒരു നടത്താൻ കഴിയില്ല. അതാണ് ഈ ഒരു കുത്തക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് ഇഷ്യൂ ചെയ്യുന്നുള്ള ഒരു കുത്തക, അതാണ് അത് പറയുന്നത്, മൊണോപോളി ഓഫ് നോട്ട് ഇഷ്യൂ. പിന്നെ ആക്ട് ആസ് ദി ബാങ്കർ ടു ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ട് ആസ് ദി ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ഓഫ് ദി ക്രെഡിറ്റ് എത്ര, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, അത്തരത്തിലുള്ള കൺട്രോൾ ഓഫ് ദി ക്രെഡിറ്റ്. പിന്നെ ഇറ്റ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഇറ്റ് ആക്ട് ആസ് ദി ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ഇറ്റ് ഫംഗ്ഷൻ ആസ് ദി ബാങ്ക് ഓഫ് സെൻട്രൽ ക്ലിയറൻസ്, സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഓക്കെ, ഇതാണ് സെൻട്രൽ ബാങ്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളിപ്പോൾ മേ ബി ഷോർട്ട് ടെസ്റ്റ് ഒക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ആ ഒരു ഇത് എഴുതുക. അതുപോലെ തന്നെ പിന്നെ മൊണോപോളി ഓഫ് നോട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ നിങ്ങളെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ അതൊന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു മെമ്പർ കൺട്രീസ് ഓഫ് ദി വേൾഡ്. അതായത് ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, ഓരോരോ രാജ്യങ്ങളായിരിക്കും. അപ്പോൾ ആ രാജ്യത്തിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദി വേൾഡ് വൈഡ് ഡിപ്രഷൻ ആൻഡ് വേൾഡ് വാർ സെക്കൻഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ വർ ഫോംഡ് ഇൻ 1944, namely International Monetary Fund and International Bank of Reconstruction and Development, known as World Bank, IBRD, International Bank for Reconstruction and Development. ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ IBRDനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ IMF വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ഫണ്ട് ടു ഓവർകം ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ്. വേൾഡ് ബാങ്ക്സ് was formed to provide long-term loans for the purpose of reconstructing the war-damaged economies and less developed economies. അതായത് വേൾഡ് ബാങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വാറ് കാരണം ചില ഡാമേജ് ആയിട്ടുള്ള എക്കോണമീസൊക്കെ ഉണ്ടായിരിക്കും, സൊസൈറ്റീസ്, രാജ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ബ്രിക്സ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞത്, അതായത് വേൾഡ് ബാങ്ക് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് മേ ബി എസ് ആയിട്ടും ഷോർട്ട് എസ് ആയിട്ടും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ്. സോ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.